കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ കളക്ടറും ഉത്തരമേഖലാ ഫോറസ്റ്റ് കൺസർവേറ്ററും റിപ്പോർട്ട് സമർപ്പിക്കും. നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടോ എന്ന് പരിശോധിക്കും. നഗരസഭയിൽ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താലാണ്. ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളിപ്പിന് അനുമതി വാങ്ങിയിരുന്നെന്ന് പോലീസ് അറിയിച്ചു. പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാണ് ആന ഇടഞ്ഞതെന്നാണ് നിഗമനം. കൊയിലാണ്ടി, കുറുവങ്ങാട്, മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയാണ് ആനകളടഞ്ഞത്. ഉത്സവത്തിന്റെ അവസാന ദിനമായി ഇന്നലെ ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് നടക്കുന്നതിനിടെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. വെടിക്കെട്ട് തുടങ്ങിയതോടെ ഇടഞ്ഞ ആന മറ്റൊന്നിനെ കുത്തി. തുടർന്ന് പരസ്പരം കൊമ്പ് കോർത്ത ശേഷം 2 ആനകളും വിരണ്ടോടി. ഇതിനിടെ ക്ഷേത്രം കമ്മിറ്റി ഓഫീസ് തകർന്നു വീണു. അതിനടിയിൽപ്പെട്ടാണ് 3 പേരും മരിച്ചത്. 33 പേർക്ക് പരിക്കേറ്റു. 7 പേരുടെ നില ഗുരുതരമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഉത്സവത്തിനെത്തിച്ച പീതാംബരൻ, ഗോകുൽ എന്നീ ആനകളാണ് ഇടഞ്ഞത്. ആനകൾ വിരണ്ടു വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടെ വീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത്. കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശിനികളായ വട്ടംകണ്ടി താഴ ലീല, താഴത്തിടത്ത് അമ്മുക്കുട്ടി അമ്മ, കൊയിലാണ്ടി ഊരള്ളൂർ സ്വദേശി വടക്കയിൽ രാജൻ എന്നിവരാണ് മരിച്ചത്.